ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹേയ് ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ വന്ന് പിന്നെ ഒരു മാച്ച് ഫ്രണ്ടിനായിട്ട് കളിക്കണം. അങ്ങനൊക്കെ ഒരു ഇതിൽ വന്നാൽ തന്നെയാണ് എന്തായാലും കളിക്കാം. ഇന്ന് വന്ന പാക്ക് ഇതാട്ടോ, സ്പാനിഷ് ലീഗിൻ്റെ വരാന്, റാഫേൽ മാർക്യൂസ്, വാംബ്രാങ്കോസ്റ്റ്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. നമുക്ക് എന്തായാലും കളിയിലോട്ട് പോകാതല്ലേ നല്ലത്. ടൈമില്ല, അവനെ വിളിച്ച് കയറിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കളിച്ചിട്ട് തോറ്റിട്ട് വരാം ഗൈസ്. നമ്മൾ പൊട്ടും. അവൻ വലിയ പ്ലെയറേനോ എന്നാണ് ഞാൻ അറിഞ്ഞത്. അവനായിട്ട് ആകെ ഒരേ വട്ടേ കളിച്ചുള്ളൂ. അത് രണ്ടേ മുടക്കം ഞാൻ ജയിച്ചു. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ കളി കൂടിയുണ്ടാവും. ഉറപ്പാണ് ഗൈസ്. നമ്മൾ എത്രേനട്ട് പൊട്ടെന്ന് മാത്രമേ എനിക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. ഞാൻ പൊട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ച സംഭവമാണ് ഗൈസ്. ഞാൻ ഉറപ്പിച്ചതാണ് പൊട്ടുന്ന്. എത്രയാണ് പൊട്ടൽ മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി എന്ന് അവനോട് പറഞ്ഞേ. അവൻ്റെ ടീമൊക്കെ ഞാൻ കാണിച്ചിട്ടോ. എൻ്റെ ഇതൊക്കെ റെഡിയാക്കട്ടെ. നമ്മുടെ ടീം ഓക്കെ റെഡി. ഇൻവൈറ്റ് ഇട്ട് കൊടുത്തേക്കണേ. ഇതൊരാൾ കാണാം. ഞാൻ ടീം കാണിച്ചുതരാം. മാസിന്നാട്ട പേര്. നോക്കി ടീം നോക്കി നിങ്ങൾ. ആ റൈറ്റ് ബാക്കിനൊക്കെ നോക്കി കാണുമ്പോൾ തന്നെ കിടക്കിട വറക്കണേ പോരെ. അതന്നെ പോരെ വലുത്. ചങ്ങായി കയറി. എന്തായാലും കളിയിലോട്ട് പോകട്ടോ. നമ്മൾ റെഡിയാക്കിയാണ്. ഭയങ്കര കളിയാണ്. പേടിയാവുണ്ട് കഴിച്ച്. എത്രേനായിട്ട് പൊട്ടുക വെയ്യ. ഭയങ്കര കളിയാണ് ഒരുത്തൻ. ഇനി ഇതേമാതിരത്തെ 2 മാച്ച് വേറെ ഉണ്ട്. വെയ്യ വയസ്സ്. അങ്ങനെ എന്തായാലും കളിയിലോട്ട് എടുക്കാം. നമുക്ക് സബ്ബൊന്നും ഇറക്കണ്ട. ഞാനൊന്ന് ബോയാൻ ക്രിക്കറ്റിൻ്റെ പകരം മെസ്സിനെ ഇറക്കി കാണിച്ചു കൊടുക്കാം. പക്ഷെ നെയ്മറിൻ്റെയൊക്കെയാവും കളി മൊത്തം എന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഓന് നേരെ കളിച്ചാൽ എൻ്റെ നെയ്മറിൻ്റെയൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷ ഇല്ലാതാവും. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്തായാലും കളിയിലോട്ട് പോവാം. ബിസ്മില്ലാഹ് അല്ലാഹു അക്ബർ. ഞാൻ പൊട്ടരുത്. പൊട്ടാൻ മതിയോ? സമനിലൊന്നും ഞാൻ ഒരു പൊട്ടാൻ ജയിച്ച് കിട്ടിയാൽ മതിയോ? ജയിച്ചാൽ ഒരു കളി കളിച്ചാണ്ട് ഞാൻ പറയാം ഒരു കളി ജയിച്ചില്ല തന്നെ ധാരാളം എന്നൊക്കെ പറഞ്ഞ് ഒരു ഇതാവുന്നു. പിന്നെ വേറെ കളി വരുന്നുണ്ട്. അടുത്ത കളിയൊക്കെ ഉണ്ട്. ഇന്ന് തന്നെ കുറേ കളികളുണ്ട് ഗൈസ് ഇന്നൊരു ദിവസം തന്നെ. അപ്പോൾ ഞങ്ങളതിനൊക്കെ പങ്കെടുത്ത് തോറ്റിട്ടേ വരുള്ളൂ. തോറ്റിട്ട് ജയിച്ചിട്ട് വരാൻ പ്രാർത്ഥിക്കിട്ടുക. ലൈവല്ല, അത് വേറെ കാര്യം. ലൈവ് ഇടണമെങ്കിൽ നമുക്കൊരു 20 സബ്സ്ക്രൈബേഴ്സ് കൂടി മതി. ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളാ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി നോക്കിയിട്ട് തുടങ്ങിക്കോളട്ടാ. ബിസ്മില്ലാഹ് അല്ലാഹ്. എന്നെ ചതിക്കരുത്. നമ്മളെന്തായാലും കളിയിലോട്ട് പോകട്ടാ. നമുക്ക് ടച്ച് നമ്മളെ ഹോമാ. അല്ല ഇന്ന് കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലാഗ് തുടങ്ങിയാണ്. ലാഗ് ആണെങ്കിൽ വീഡിയോ കാണാൻ പറഞ്ഞാൽ ഇതിൽ ഉണ്ടാവുമല്ലോ. ആ ഒരു വിശ്വാസത്തോടെ കൊണ്ട് ഞാൻ കളിക്കണേ. ലാഗ് ചെറുതായിട്ടുണ്ടെങ്കിൽ കണ്ടിക്കറ. ഇത് ലാഗാണ് പറഞ്ഞാൽ തനി ലാഗ്. ഇനി അവനോട് വീഡിയോ എടുത്ത് കാണാൻ പറഞ്ഞാൽ മതി. കള്ളക്കളി കളിക്കാൻ എന്നെ കിട്ടൂല. തനി ലാഗ് കളിയാണ്. ഇന്ത്യയിലൊന്നും കാണിക്കണില്ല. നമുക്ക് അവനോട് വീഡിയോ എടുത്ത് കാണാൻ പറഞ്ഞാൽ മതി. ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ. തനി ലാഗ് പറഞ്ഞാൽ തനി ലാഗ് കളി. ഇത്രക്കും ലാഗ് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. നെറ്റും ഇല്ലാത്ത രീതിയിലാണല്ലോ. നെയ്മർ ലാഗ് ഇപ്പോഴാണ് പോയി കിട്ടണേ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത്തെ ഗോൾ തന്നെ നോക്കി എന്മാതിരി ലാഗാ. അത്രക്കും ലാഗോ കാര്യങ്ങളും പ്രതീക്ഷിക്കുമോ? അതിലും അത്രക്കും ലാഗ് ഞാനും പോലും വിചാരിച്ചിട്ടില്ല. ലാഗ് ഉണ്ടാവും എനിക്കറിയാം, പക്ഷെ അത്രക്കും വിചാരിച്ചിട്ടില്ല. നല്ല ഉണ്ടേനോ ഒന്നും പറയാനില്ല. ചങ്ങായി ഇനി ക്ലാസ്സിൽ ചെന്നിട്ടാവും നോക്കൽ. നമ്മൾ അതിനെ കോൾ ചെയ്ത് പറയും ലാഗുള്ള കളിയേനു, ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും, ആ വീഡിയോ കാണാൻ ഞാൻ പറയും. എനിക്ക് അത്രേ പറയാനുള്ളൂ ഗൈസ് അവനോടൊക്കെ. അത് ലാഗിൽ ജയിക്കണവർ കുറേ എണ്ണം ഉണ്ട്. അവരൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഗൈസ് എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ പറയും ഗൈസ്. നെയ്മർ ഏതാ വിളിച്ച് ഒന്ന് തിരിച്ചടിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. കൊടുക്കണം എന്നിട്ട് കളി. ശരി, ഞാൻ ഇപ്പോഴേ പറഞ്ഞു കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തോൽക്കുന്നത്. പിന്നെ ലാഗിലും കൂടി ആകുമ്പോൾ പിന്നെ പറയണ്ടില്ലല്ലോ. കളി എത്രയാനായിട്ട് പൊട്ടണമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അത്രക്കും ലാഗ് ഫസ്റ്റ് കളി തന്നെ
ഉണ്ടാവണി ആ അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങളൊക്കെ. ഓ ഗൈസ്, ഡീൻ ഹുയ്സൺ, ആ ഗ്രീസ്മാൻ, ഡക്ലാൻ റൈസ്, ഹസാർഡോ, ബെല്ലറ്റി, ഗൈസ് വാൻ ബൂട്ടൺ, സനേട്ടി, നെയ്മർ, കാൻറ്റോണ, വീണ്ടും നെയ്മർ. ആഗ്രേഷനും ഇല്ല, ആക്രസും ഇല്ല, പിന്നെ എന്തുണ്ടാകാൻ അവിടെ കിടന്നത്. അത്ത ഗൈസ് അത്താ, ഞാൻ ഇങ്ങോട്ട് ബോൾ എടുത്തില്ല, അവൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും ഗൈസ്. അത് വല്ലാത്ത കളി ചതിയായിപ്പോയി നെയ്മറിൻ്റെ ഭാഗം നമുക്ക്. ഓ എന്തൊക്കെ പറഞ്ഞു അറിയില്ല, തനി ലാഗ് കളി തന്നെ എത്തപ്പോൾ ഇത്. അതാ ഇപ്പം അവിടേക്കൊരു മുന്നേക്കൊരു ബോൾ കൂട്ടാം, മുന്നേക്കൊരു ബോൾ, പിന്നെ ലാഗ് ഇല്ല. ബെല്ലായിട്ട് എടുത്ത് നെയ്മർ ഗൈസ്, നെയ്മർ ഗൈസ് ഫോളൊക്കെ വെക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ നെയ്മർ ആയാലൊന്നും വ്യാതാണ് ഇപ്പോൾ പോണേ. ആൽബർട്ട് ഫെറർ, നെയ്മർ, ദിയോഫ്. നമ്മൾ തിരിച്ചൊരു ഗോൾ അടിച്ചിട്ടുണ്ട്. നമ്മൾ അടിച്ച് ദിയോഫിൻ്റെ ഭാഗം തന്നെ ഒന്ന് അങ്ങോട്ട് വിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. നെയ്മർ കാരണമാണ്. നെയ്മർ ഏതാ കളി ആ ഗോൾ നോക്കി, നെയ്മർ കാരണം, നെയ്മറിലുകൊണ്ടാണ് ഗോളായത്. ഓ എന്തായാലും ഒന്നും അടിച്ചില്ല, അതന്നെ വലിയ കാര്യം. ഇനി എത്രേനായിട്ട് പൊട്ടുക. ഇനിയിപ്പം ഇങ്ങോട്ട് വരും, ഗോൾ ഇങ്ങോട്ട് ഇങ്ങനെ വരും, എനിക്ക് ഉറപ്പാണ്. റാഷ്ഫോർഡ്, ഹസാർഡ്, അതാ പോണ് ഗൈസ്, പോയി കൈക്കന്ന് പോയി ഗൈസ്, കൈക്കന്ന് പോയി എന്തൊക്കെയായാലും നമ്മൾ തോറ്റു എന്നുള്ള ഉറപ്പായി. എന്തപ്പോൾ ചെയ്യുക, എന്താ പറയണ്ട ഗൈസ്. എത്രയാണിട്ട് പൊട്ടണേ, കണക്കില്ലല്ലെന്ന് പൊട്ടണേ ഗൈസ്. വലിയ ക്രോസ് ആർക്കും കൊടുക്ക്, ഫോറിലാണ് കുത്ത്. നെയ്മർ സിസർ കട്ട് ട്രൈ ചെയ്യണ്ടേ ഗൈസ്. എൽ ഹഡ്ജി, ദിയോഫ്, ഇഡൻ ഹസാർഡ്, അതാ പോണ്, വാൻ ബൂട്ടൺ, ഹുയ്സൺ. നമുക്ക് ഒന്നാമത്തെ ഗോള് കള്ളക്കളിയാണ്, നമ്മൾ വീഡിയോ തന്നെ കാണിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ രണ്ടാമത്തെ ഗോള് നമ്മൾ സമ്മതിച്ച് കൊടുക്കും, അതാണല്ലോ അതിൻ്റെ ശരി. പിന്നെ ഗൈസ് ഇത് എത്ര കളിയാണ്, സ്ക്രിപ്റ്റ് കളി കളിച്ചത് അവിടെ നിന്നൊക്കെ ടൈം വല്ലതും ഉണ്ടാവുക ഗൈസ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കൈയാണെങ്കിൽ ചെയ്യണം, കഴിയണ മൊത്തം നമ്മൾ ചെയ്ത് ജയിപ്പിക്കുമാറാക്കണേ. അമീൻ. ചങ്ങായി ഇപ്പോൾ സെക്കൻഡ് ഹാഫ്ക്ക് വരുന്നില്ലല്ലോ, ആ ചങ്ങായിയെ ടൈമില്ല. ചങ്ങായി വരുന്നില്ല ഗൈസ്, വരുന്നില്ല, ടൈം എടുക്കുന്നുണ്ട്. ആ വന്ന് ഓ ബിസ്മില്ലാ, അവൻ്റെ വകയുള്ള ടച്ച്. ഇനിയിപ്പോൾ എന്താവും എന്നുള്ളോ വേറെ. ദിയോഫ്, ഡക്ലാൻ റൈസ്, ആൽബർട്ട് ഫെറർ, ഡക്ലാൻ റൈസ്. നല്ല പൊസിഷൻ ഗെയിം കാത്തു വെക്കുന്നുണ്ട്. ഇതാ മെസ്സി, ഇനിയിപ്പോൾ ഒരു പാസ് ഔട്ടാ. അപ്പോളേ പറഞ്ഞില്ല, അതൊക്കെ എങ്ങനെയാണ് കിട്ടണമെന്ന് എനിക്ക് മനസ്സിലാകത്ത്. ഒക്കെ സാധാരണ എൻ്റെ വാൻ ബൂട്ടനൊക്കെ എടുക്കണതാണ്. ഫൊറാണ് അന്ന് കുത്തിക്കൂടിയാണ് ആർക്ക്. നെയ്മർ കുഴപ്പമില്ല. വാൻ ബൂട്ടൺ ഇത് എന്ത് കളിയാണ്, ഹുയ്സണെ വെറുപ്പിക്കല്ലോ അവിടെ നിന്നോ. ഇതെത്ത് ഗൈസ്, ഇത് സ്ക്രിപ്റ്റ് കളി. ഞാൻ നിർത്തി പോവാട്ടോ, എത്ര സ്ക്രിപ്റ്റാണ്. വാൻ ബൂട്ടൺ അവിടെ കിടന്നുണ്ടാക്കണേ, എത്ര ചെയ്യണേ ഗൈസ്. എന്താ ഞാൻ ചെയ്യണ്ടേ, ഞാൻ നെയ്മറുള്ള കാര്യം വിട്ടു ഗൈസ്. ഇതെന്ത് കളിയാണ് ചങ്ങായി. ഓ ഗൈസ് അത് ഓഫ് സൈഡല്ലേ, ഓഫ് സൈഡാണ് നോക്കുക ഗൈസ്. ഇനി 3 ഗോൾ ഇട്ടാൽ നമുക്ക് മുന്നിൽ ചാടാൻ കഴിയുള്ളൂ. ഇതെന്ത് കളിയാണ്, ഇത് കയ്യൂലട്ടത്, കയ്യൂല, കള്ളക്കളിയാ ഗൈസ്. എൽ ഹഡ്ജി ഭാഗ്യണത്. നമ്മളൊരു കളിയും കൂടി ചോദിച്ചു നോക്കും ചങ്ങായനോട്, എന്താ പറയാൻ നോക്കുക. നെയ്മർ ഒന്ന് ചാടി നോക്ക്, ഇല്ല. കഷ്ടമാണിത്. എങ്ങനെയെങ്കിലും ഒരു 3 ഗോൾ ഇടണം, ഈ 2 ഗോളെങ്കിലും ഇട്ട് സമനിലാക്കിയിട്ടേ എക്സ്ട്രാ ടൈമിലൊക്കെ വല്ല പൊട്ടിയത്. അപ്പോൾ കുഴപ്പമില്ല, പറയാം ചങ്ങായി വൻ കളിയാണേ.
എന്താ ചെയ്യേണ്ടത് നിൽക്കും പോലെ അറിയില്ല. റൈക്കാർഡ് നെയ്മറെ ഓട് നെയ്മറെ ഓട് നെയ്മറെ ഓട് നെയ്മറെ ഓട് 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 എന്ന് പാസ് കൊടുക്ക് പെട്ടെന്ന്. ഓടുന്നൊക്കെ കിടന്ന് നെയ്മറ അങ്ങനെ ചെയ്യല്ലേ. ഹസാഡ് എംബാപ്പെ ഗൈസ് ഇനിയിപ്പോൾ ഒരു എന്തെങ്കിലും ഉണ്ടാവും കേള് ഗൈസ് എത്ര ഞാൻ ചെയ്യണ്ടേ. സെൻട്രൽ ഫോർവേഡ് എന്തായാലും മാറ്റണം. സബ് ഇറക്കിയേ പറ്റൂ. ഇതെത്ര കളി സ്ക്രിപ്റ്റ് കളിയിട്ട് വന്നിക്കണേ. എന്താ ചെയ്യണ്ടേ. എന്തൊക്കെ ലെവൻഡോസ്കിനെ ഇറക്കാം. ദിയോഫിനെ കയറ്റിയാണ്ട് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു കളി കൂടി എന്തായാലും കളിക്കണം. ദിയോഫ് വെറുതെയാണ്, ഒന്നും ചെയ്യണില്ല ഗൈസ്. ദിയോഫ് ഇതൊക്കെ ചെയ്യണ്ടൊക്കെ അറിയില്ല ഗൈസ്. നമ്മൾ പൊട്ടുമല്ല. ഒരു വിഷമം ഇങ്ങനെ പൊട്ടണം കാണുമ്പോൾ ആദ്യമായിട്ട് പറഞ്ഞിട്ടൊക്കെ പൊട്ടണം. ഒരു കളി കളിച്ചിട്ടില്ലെങ്കിലും ഇത്രക്കും നമ്മൾ വേറെ ഞാൻ റെഡിയല്ലോ ഗൈസ്. അതാ വരുന്നത്. ഈ പാസ് കൊടുത്ത് കളിച്ചാൽ വേണ്ടത്. ഹസാഡ് കാൻറ്റോണ ഓട് അങ്ങോട്ട് കൊടുക്ക് ചെങ്ങായി. പോയാൻ ക്രിക്കറ്റ് ഇതെന്തുണ്ടാക്കുക. ഇതെന്ത് കളി ഗൈസ്. ഇതൊന്നും മനസ്സിലാവണില്ല. എപ്പോൾ ഒരു അടിച്ച് വിടലുണ്ടാവും ഗൈസ്. ഇതാ പിന്നെ ലാഗ് തുടങ്ങി വീണ്ടും ലാഗ് തുടങ്ങി. കാൻറ്റോണ ലെവൻഡോസ്കിന്ന് പാസ് കൊടുക്ക്. ഇത് കളി സ്ക്രിപ്റ്റ് കളിയിട്ട് വന്നോളൂ. എന്ത് കഷ്ടകാലം, കഷ്ടകാലം തന്നെ, വേറെ ഒന്നും പറയാനില്ല. സ്ക്രിപ്റ്റ് പറഞ്ഞാൽ താനേ സ്ക്രിപ്റ്റ്. എന്തപ്പോൾ പറയേണ്ടത് ഇതിനൊക്കെ ഗസ്. ലാഗ് കളിയിട്ട് വന്നോളൂ. എത്താണിത്. വൈ ഓൾവേസ് മീ ഗസ്. ഒരു കളിയും കൂടി ഉണ്ടോ ചോദിച്ചു നോക്കണം ചങ്ങനോട്. വെറുപ്പിക്കല്ല ചങ്ങായേ. ഇതെന്ത് സ്ക്രിപ്റ്റ് കളിയാണ്. നമ്മളത് അടുത്ത കളി ഒന്നും കൂടി ചോദിച്ചു വാങ്ങും. എന്നിട്ട് നമ്മളത് റെഡിയാക്കാൻ സാധ്യതയുണ്ട്. ആക്കണമല്ലോ. ഈ കളി എത്ര ഞാൻ പറഞ്ഞില്ലേ പൊട്ടുന്ന്. ആ വാക്ക് ഞാൻ പാലിച്ചു കേട്ടോ. എത്തത് മെസ്സിനെ ഇറക്കണം. അടുത്ത കളി പോയാൽ ക്രിക്കറ്റിന് ഉറപ്പായിട്ടും കയറും. ഫുൾ ടൈം കേട്ടും. ഇത്ര പറയാനുള്ളൂ. ലക്കേ ഇല്ല. പൊട്ടിയുണ്ട്. ഐശ്വര്യമായിട്ട് പൊട്ടിയുണ്ട്. ഒരു മിനിറ്റ് ഗൈസ്. ചെക്ക സമ്മതിച്ചിരിക്കണം ഒരു കളി കൂടി കളിക്കാൻ. നമ്മൾ ഇപ്രാവശ്യം തീർത്ത് കൊടുക്കും ഗൈസ്. ചെന്നൈൻ്റെ കളി നല്ല കൂടിയിരിക്കണേ. പിന്നെ സ്ക്രിപ്റ്റും ലാഗൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇനിയിപ്പോൾ സ്ക്രിപ്റ്റും ലാഗൊന്നും ഇല്ല പറയണ്ട. നല്ല സ്ക്രിപ്റ്റും ഉണ്ടായിരുന്നു, നല്ല ലാഗും ഉണ്ടായിരുന്നു. അത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ. എന്തൊക്കെ പറയാലും കാര്യമില്ല. ബോയാൻ ക്രിക്കറ്റ് കയറട്ടെ. മെസ്സിയുടെ മെസ്സി പിന്നെ ലെവൻഡോസ്കി ആണ്. ഏതപ്പോൾ നല്ല സെൻട്രൽ ഫോർവേഡിലുള്ളത്. ലെവൻഡോസ്കിനെ ഇറങ്ങട്ടെ. ലെവൻഡോസ്കി ഇറങ്ങട്ടെ. കൊണ്ടുപോകും ഗൈസ്. ഈ കളി നമ്മൾ കൊണ്ടുപോകും. വാശിയാ. നമ്മൾ കൊണ്ടുപോകും ഗൈസ്. വാശിയാണ്. ഗോ ഹേർട്സ്. ജയിച്ച് കിട്ടിയാൽ മതിയോ ഇക്കടെങ്കിലും. ഇതെന്ത് കഷ്ട ഗൈസ്. എങ്ങനെയുണ്ടോ കഷ്ടകാലങ്ങൾ നമുക്കൊക്കെ. അങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇതൊക്കെ സംഭവിച്ചാൽ എങ്ങനെയെങ്കിലും വേണം തീർക്കണം. അത്രേ ഉള്ളൂ. എങ്ങനെ തീർക്കും. ഒരു തീരെ നിൽക്കുകയാണ്. കയ്യോ കഴിഞ്ഞ് കിട്ടണം. കഴിയണമല്ലോ. നമ്മൾ തുടങ്ങി. വാൻഡേക്ക് കഴിച്ചത് പിന്നെയും തുടങ്ങും. ലാഗില്ല എന്നാൽ മതി. പിന്നെ സ്ക്രിപ്റ്റും അത് രണ്ടും ഇല്ലാണെങ്കിൽ തന്നെ നമുക്ക് കുറേ ഭാഗ്യം ഉണ്ടാവും. വിചാരിക്കേണ്ട രീതിക്കൊന്നും നടക്കണില്ല. രണ്ടാമത്തെ കളി പൊട്ടിയ സമ്മതിച്ച് കൊടുക്കേണ്ടി വരില്ല. ലാഗ് കുറവാണ്, സ്ക്രിപ്റ്റും കുറവാണ്. എത്താണിപ്പോൾ ഒലിവർക്കാൻ ചെയ്യണേ. വയ്യ ഗൈസ്. പൊട്ടി പറഞ്ഞ പൊട്ടി ഐശ്വര്യമായിട്ട് പൊട്ടി. ഒലിവർക്കാനൊക്കെ എന്ത് ചെയ്യണേ. ഒലിവർക്കാൻ ഇപ്പോൾ തീരെയും പോരാ ഗൈസ്. ഒലിവർക്കാൻ അടുത്തവരുണ്ടെങ്കിൽ മനസ്സിലാവും.
ഇവർക്ക് ഇപ്പം എങ്ങനെയാന്ന് നോക്കാം. തീരും പോരാന്നേ പറയുള്ളൂ. ഇവർക്കാനൊന്ന് കയറണം. അബിയാട്ടിനെ ഇറക്കണം. അബിയാടി ക്രിസ്ത്യൻ അബിയാടി. ഇനിയെങ്കിലൊന്ന് നേരത്തെ കളിച്ച് കിട്ടിയാൽ മതിയാണ്. അവിടെ നിന്നൊക്കെ ഉള്ള ശരിക്കും ഒരുവർക്ക് എല്ലാ പ്രാവശ്യം എനിക്ക് തട്ടുകളുണ്ട് കാണലുണ്ടല്ലോ നമ്മളെ. പക്ഷെ എന്തുകൊണ്ട് അത് ഇപ്പം തട്ടണില്ല. ഇപ്പം ഇങ്ങനത്തെ കളി പ്രത്യേകിച്ചുള്ളതാണ് അവർക്കൊക്കെ ഒരു ചോറ. പിന്നെയും തുടങ്ങിയാണ് കുറച്ചൊക്കെ ലാഗ്. വെറുതെ കൊടുക്കുക തന്നെ. മെസ്സിക്ക് തന്നെ കൊടുക്ക്. മെസ്സി 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 ചങ്ക്ര ഇത് എന്ത് ചെയ്യണ്ടേ? ഒന്നും അറിയില്ല ഇതൊക്കെ എന്താ ചെയ്യേണ്ടത്. ഫുള്ളാണേ. നമ്മളിക്കളി ഐശ്വര്യമായിട്ട് പൊട്ടിയെന്ന് സമ്മതിച്ചു കൊടുത്താലാ. ഇത് ഭയങ്കര പ്ലെയറാണെന്ന് വല്ലതും സമ്മതിച്ചു കൊടുക്കണ്ടോ? കീപ്പറോട് വരാണോ ഇറങ്ങി വരണം പറഞ്ഞേ. ലൈവ് ഡ്രൈവിൻ്റെ അണ്ണാക്കിലോട്ടൊന്ന് കയറണമെന്ന് കുറേ കാലമായി ആലോചിക്കണേ. സമ്മതിക്കണ്ടേ ചങ്ങായി? ഭയങ്കര കളി വയസ്സ് ഒന്നും പറയാനില്ല. സീൻ കളി ആദ്യമൊക്കെ കളിച്ചതിനെക്കാട്ടിയും നല്ല കളി കളിക്കുന്നുണ്ട്. നല്ല പെർഫോമൻസ് ഉണ്ട്. ലെവാൻഡോസ്കി എടുക്ക്, പെട്ടെന്ന് കൊടുക്ക്. മെസ്സി ഓടറാ ഓടറാ ഓട് ക്രോസ് കൊടുക്ക്. കുത്തു ലെവാൻഡോസ്കി. ബെല്ലോട്ടിയെ എടുത്ത് പാസ് കൊടുക്ക്. ലാഗ് ചെറുതായിട്ട് വരുന്നുണ്ട് കേട്ടോ. ലാഗ് തുടങ്ങി. പിന്നെയും സനേട്ടിയെ മെസ്സി അവിടെ പോട്ടെ. നെയ്മർ പോട്ടെ. ഈസിന് അടിമക്കൊക്കെ എടുത്ത് വരുവാണ്. പിന്നെയും പോയി ഗായ്സ് കൈക്കന്ന് പോവാണ്. നമ്മളിക്കളി എത്രയായിട്ട് പൊട്ടു വെയ്യക്ക് ഇങ്ങനെ പൊട്ടാൻ. എന്തൊക്കെയായാലും മഹസിനായിട്ട് പൊട്ടി. ഇനി അടുത്ത ആളാരാ പൊട്ടാള് അതും കൂടി നോക്കണം. അടുത്ത ആള് പൊട്ട ടീമാണെങ്കിൽ ഭയങ്കര കളിയാന്നാ കേട്ട്. ഹസാഡ് ഹൊയ്സണ് ഭ്രാന്ത് എടുക്കണ്ട് ഗായ്സ് പൊട്ടണ കണ്ടിട്ട്. റാഷ്ഫോർഡ് റൈക്കാർഡ് ഭാഗ്യമുണ്ട് ഗായ്സ് പുറത്ത് പോയത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നെങ്കിലും തിരിച്ചടിക്കണം. അടിച്ചേ പറ്റുള്ളൂ. അബിയാട്ടി ഇറങ്ങിയപ്പോൾ ഒരു ഷോട്ടേ അടിച്ചിട്ടുള്ളൂ പറയാം. അലിവർ ഖാനെ ഏതെങ്കിലും പറഞ്ഞ് സമാധാനിക്കുക. യെസ് കാൻഡോണ. പാസ് കൊളായി. കുളായി വാൻബുട്ടോ സനേട്ടി നെയ്മർ ഉദ്ദേശിച്ച മാതിരി ഡ്രിബിൾ ചെയ്യാൻ കഴിയണില്ല. സംഭവം കൈക്കന്ന് പോയി ഗായ്സ്. നെയ്മർ ഉദ്ദേശിച്ച മാതിരി അല്ല കളി നടക്കണേ. ഞാൻ വിചാരിച്ചെൻ്റെ നെയ്മറിനെ കൊണ്ട് തീർക്കാന്നാ. നെയ്മർ എന്താ ചെയ്യണേ? നെയ്മർ അവിടെ കിടന്നുണ്ടാക്കണേ. ഇതെന്ത് ചെയ്യാ? ഫെററൊക്കെ ഇപ്പോൾ അവിടെയാണ്. ഇപ്പം ഒന്ന് ബോൾ കിട്ടണില്ല. ഇനിയിപ്പോൾ വിസിലടിക്കൂട്ടാ. അറ്റാക്ക് ചെയ്യാൻ ടൈമിൽ വിസിലും അടിച്ച് കുഴപ്പമില്ല. പൊട്ടി നമ്മൾ സമ്മതിച്ചെടുക്കും. അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ചങ്ങായി വരൂല്ല. വന്നു സൺഡുവൻ ഗ്രീസ്മാന്. ഫെറർ ആൽബർട്ട് ഫെറർ. ലിയോ അവൻ്റെ ലിയോ ഒത്ത പോണ്. ഇനിയിപ്പോൾ ഒരു അടി വരും കേട്ടോ. ഹോയ്സ് എടുത്ത് മെസ്സിക്ക് കൊടുത്ത് മെസ്സി എടുക്ക്. ലെവാൻഡോസ്കി കാൻഡോണ ഓട് സ്പ്രിൻ്റ് ചെയ്യാം. ആദ്യം സ്പ്രിൻ്റ് ചെയ്യും ചങ്ങായി. അല്ലെങ്കിൽ തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക ഗായ്സ്. നെയ്മർ അത് ഓടാൻ വരില്ല. നെയ്മറിന് അഗ്രഷനും ജാക്രസ് ചെയ്യില്ല. പിന്നെ ഇങ്ങനെ ഓനൊക്കെ വെട്ടിക്കുക. ആൽബർട്ട് ഫെററിന് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ. പക്ഷേ എനിക്കറിയില്ല. ഗായ്സ് അത് നെയ്മറിന് അന്ന് കിട്ടുന്നുണ്ട്. ഒരു പഠിപ്പിക്കാനും വിചാരിച്ചേനും കിട്ടേണ്ട നെയ്മറിനിപ്പോൾ ബോളേ കിട്ടുന്നില്ല. എന്താ ചെയ്യണ്ടേ ഗായ്സ്? നെയ്മർ പോരപ്പം ഐ ലീഗിലൊക്കെ ഭയങ്കര കളിയാനല്ല ഗായ്സ്. ഐ ലീഗിലൊക്കെ എന്ത് കളിയും ചങ്ങായി കളിച്ചിട്ടുണ്ട്. ഫോർലാനോട് ഒന്ന് എടുക്ക് ചങ്ങായിമാരെ. ഇപ്പോൾ നെയ്മർ കുറച്ചൊക്കെ ഫ്രീ ആണ്. നല്ല പാസ് ഫോർലാന് നെയ്മർ ഒന്ന് അടി. അതെങ്കിലോ നെയ്മർ ഒന്ന് അടി.
ഓ ഗൈസ് ഒന്നടിച്ചിട്ടുണ്ട്. സമയമുണ്ട്. രണ്ടാളും ഓരോ കളി ജയിച്ചാൽ നമ്മൾ അടുത്ത കളി വെക്കണമെന്നില്ല. പിന്നെ ഇത് കഴിഞ്ഞാൽ തന്നെ വേറെ ആളായിട്ടേക്ക് കളി ഉണ്ട് പോകുന്നുണ്ട്. റൈക്കാർഡ്, നെയ്മർ വീണ്ടും ഒരു ബ്ലിറ്റ്സ് അടിക്കാൻ നിൽക്കുകയാണ്. പിന്നെ അപ്പോഴാണ് വാൻഡേക്ക് പിന്നെയും വന്ന് ഗൈസ്. ഡെക്ലാൻ റൈസ് മിക്കവാറും ഇക്കളിയും സമനിലായാലേ മെച്ചിയേ ബാപ്പച്ചിയേ ഞാൻ ചത്തു. എടോ ചത്ത് ലാഗും തുടങ്ങുന്നുണ്ട്. മെസ്സി ഒന്ന് പെട്ടെന്ന് പാസ് കൊടുക്ക്. അത് വല്ലാത്ത പാസ്സായിപ്പോയി ഗൈസ്. മെസ്സി ഫോർലാനെ, നെയ്മർ ബ്ലിച്ച് ഗോൾ. ഒരു ബ്ലിറ്റ്സ് തന്നെ അങ്ങോട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടോ. ഒരു സമാധാനമുണ്ട്. 2-1 ലീഡ് പിടിച്ചല്ലോ എന്നുള്ള ബ്ലിറ്റ്സ് നമ്മൾ അങ്ങോട്ടും കൊടുത്തിക്കണേ. ഇങ്ങോട്ട് വാങ്ങിയിട്ടില്ല, ബ്ലിറ്റ്സ് വാങ്ങിയില്ല. പക്ഷെ ഒരു സമാധാനം ഉണ്ട്. ഇതെന്ത് ലാഗ്, പിന്നെ ജയിച്ചിക്കുമ്പോൾ വരെ ലാഗായിട്ട് വരുന്നത്. നെയ്മർ സ്വാൻഡേക്കണൊക്കെ സുഖമായിട്ട് കടന്ന് പോവാണ്. സ്കില്ലെടുക്കാനും സമ്മതിക്കൂലേ. ബാക്കൊന്നും മുന്നൊന്നും എല്ലായിടത്തുനിന്നും ആൾക്കാരാണല്ലോ. നെയ്മറല്ല 2 ഗോൾ അടിച്ച്. ഉല്ലസിക്കുകയാണല്ലോ നെയ്മർ. അതും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പൊട്ടാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഓരോന്ന് വെച്ചാൽ ഇങ്ങനെ മുണുങ്ങും, പറയാൻ പറ്റില്ല. കാൻഡോണ, ലെവൻഡോസ്കി അടിച്ചെങ്ങായേ. അത് മതി. കംബാക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. കംബാക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ വിജയം അങ്ങനെ പറയാം ഗൈസ്. ലിയോ എന്തപ്പോൾ ചെയ്യുക ഗൈസ്. ലാഗ് കളി കഴിയാൻ നേരത്തെ അവൻ്റെ ലാഗായിട്ട് വന്നിക്കണേ. ഈറ പിടിക്കുന്നുണ്ട് ഗൈസ്. നെയ്മർ ഓട്. ഒന്നും കൂടി. പെനാൾട്ടി ഫോർ ബാഴ്സലോണ. പെനാൾട്ടി അല്ലേ അത്? നമുക്കുള്ളേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നെയ്മർ ആരടിച്ചാലും എന്താ കൊളാവാൻ സാധ്യതയുണ്ട്. നമ്മൾ എപ്പോഴും അടിക്കണ കാര്യം തന്നെ ഒരു സൈഡിലേക്ക് അടിക്കാൻ പോകണം ഗൈസ്. റോഡിലേക്ക് തന്നെ ഒന്നും നോക്കണ്ട ഗൈസ്. ഗോൾ അടിച്ചിട്ടുണ്ട്. 4-1 തീർത്തിട്ടുമുണ്ട് ഗൈസ്. അത് മതി. നമുക്ക് കിട്ടേണ്ട എല്ലാം കിട്ടി, കൊടുക്കേണ്ട കൊടുത്തു, അത്രേ ഉള്ളൂ ഗൈസ്. അത് മതി നമുക്ക് ആ കളി മതി. നല്ല കളി കളിച്ചിരുന്ന ചങ്ങായി, കുഴപ്പമില്ല. നമ്മൾ ജയിച്ച 3-ാമത്തെ ലീഡിൽ, ഓൻ ജയിച്ച 2-ാമത്തെ ലീഡിൽ. ആ 2-ാമത്തെ ലീഡിൽ ജയിച്ച കളിയോ 1-ാമത്തെ ഗോൾ വനിലാക്കും. കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അതുകൊണ്ടാണ് പ്രശ്നം. അതാണ് ഇവനായിട്ടൊക്കെയുള്ള മെയിൻ പ്രശ്നം. അതൊക്കെയാണ്. അതുകൊണ്ടാണ് ഇവനായിട്ട് ഞാൻ വലിയ ഇത് കളിക്കാത്തത്. അതാണ് ചെങ്ങാൻ. മാച്ചിനും ക്ലോസ് ആക്കാം. നമുക്ക് ഒരാളും കൂടി വരാണ്ട്, വേറൊരാളൊരു കളി ഉണ്ട് പറഞ്ഞു. അതിന് ഇപ്പോൾ ആരുടെയും കളി ഒരാളുണ്ട് ഗൈസ്. ചങ്ങായി ഇല്ലല്ലോ, ഇല്ല ചങ്ങായി ഇല്ല. ഇപ്പം കിട്ടുകൊടുത്തോ. അപ്പം വരുമ്പോൾ പിന്നെ കളിക്കാം ഗൈസ്. വേറൊരാളുണ്ട്, ഞാൻ നോക്കട്ടെ. ഇതാ ഇവൻ തന്നെ. ഇവൻ വരുന്നതാണ് 10 ഹാഹു. അപ്പോൾ ഓനാണ് ഞാൻ വെയിറ്റ് ചെയ്യണത്. ഓനെ അല്ലെങ്കിൽ എനിക്ക് ഇവനെ കിട്ടിയാലും മതി, എന്തൊക്കെയായാലും മതി. ഒരു മിനിറ്റ് ഇടുക ഗൈസ്. നമുക്ക് ഓനൊന്ന് കോളേജ് നോക്കാം. ഹലോ ഗൈസ്. അപ്പോൾ ആളെത്തിയിട്ടുണ്ട്. ആളെ കാത്തുക്കാനും വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് ഗൈസ്. വേറെ ഒന്നുകൊണ്ടല്ല, ആളെ കാത്ത് നിങ്ങൾക്കും വെറുതെ ബോറടിച്ചിരിക്കണ്ട വിചാരിച്ചിട്ടുണ്ട്. അതായത് എന്താ നമുക്ക് ആളെ തീർത്തേക്കാം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പെങ്കിൽ തീർത്തേക്കാം, ചിലപ്പെങ്കിൽ എന്നോട് തീർത്തേക്കാം. നമുക്ക് ആകെയുള്ള ഇത് പറഞ്ഞാൽ നെയ്മർ തന്നെയാണ് ഗൈസ്. കഴിഞ്ഞ കളി നമ്മൾ കണ്ടു. നെയ്മർ തന്നെയാണ് ലാസ്റ്റ് നമ്മളെ ഇതിലേക്ക് കൊണ്ടുവന്നത്. എനിക്ക് ചെങ്ങാൻ്റെ ടീം ചേട്ടാ 2 ഗോളാക്കി ലാസ്റ്റ് കളി ജയിപ്പിച്ചതാരാ? മണ്ണനെ കേട്ടാ. നല്ല കളി കളിച്ചിരിക്കണേ, ഒന്നും പറയില്ല. പിന്നെ നമുക്ക് സെൻട്രൽ ഫോർവേഡ് ലെവൻഡോസ്കി, മെസ്സി. ഇനി നമ്മളെ കളി തന്നെയാണ് ഗൈസ്. ഇത് നമ്മൾ തീർക്കേണ്ടതാണ്. നമ്മൾ തീർക്കും ഗൈസ്. ഇതൊക്കെ നമ്മൾ തൂക്കി. 2026 എൻ്റെ ക്ലാസ് 7th ഞാൻ തൂക്കി. ഇറ്റ്സ് മീ. നമ്മൾ തൂക്കും ഗൈസ്.
ഇതിനൊക്കെ എന്ത് സുഖമായിട്ട് നമുക്ക് തീർക്കാനുള്ളൂ എന്നാണ് എൻ്റെ ഊഹം. നമുക്ക് എന്തായാലും എന്താ ഗൈസ് ആൾക്കാരൊക്കെ കയറിയുണ്ട്. റെഫറി നമ്മൾ തൂക്കും പറഞ്ഞാൽ തൂക്കും, വ്യത്യാസം വേണ്ട. ഇത് എൻ്റെ കളിയാ. ഗൈസ് വന്നിട്ടാ ടച്ച് എടുക്കണ മുമ്പ് തന്നെ ലാഗ് ഇതിലും തുടങ്ങിയാൽ കൈക്കൊന്ന് പോവും ഗൈസ്, കൈക്കൊന്ന് പോവും. ലാഗ് തുടങ്ങിയാൽ ഉറപ്പായിട്ടും കൈക്കൊന്ന് പോവും. പിന്നെ പോണ് മുഹമ്മദ് സല, ഹാളൻഡ്, അതാ പോണ് ഹുയ്സണ്, നെയ്മർ. നെയ്മർ ഇത് ഗോളാക്കാൻ ഞാൻ പലതും ട്രൈ ചെയ്യും. നെയ്മർ സുഖമായിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ബ്ലിറ്റ്സ് അത് കുളമായി. ബ്ലിറ്റ്സ് അടിച്ചതാണ് കുളമായത്. നല്ലൊരു അടി അവിടുന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ട്രൈ നോക്കിയിരുന്നു. ഡെനിൽസൺ ബെല്ലറ്റിക്കുള്ള ഡെനിൽസണൊക്കെ ഡെനിൽസണാ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒരു പിൻ പോയിന്റ് ക്രോസിംഗ് ഉണ്ട്, അതാണ് ഇപ്പോൾ ഡെനിൽസണിൻ്റെ മെയിൻ പവർ. ഫിനിഷിങ് ഇല്ല, പാസിങ് കുഴപ്പമില്ല. ഇന്ത്യക്ക് ഉണ്ടല്ലോ ഡെനിൽസൺ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഡെനിൽസനെ കുറിച്ചൊക്കെ. നെഡ്വേഡ് അവൻ്റെയൊക്കെയുള്ള മെയിൻ പ്ലേയേഴ്സിൽ ഒന്ന് നെഡ്വേഡാണ്. ഏതാ കളി പറയാതൊക്കെ. ഏതാ അടിയാ ഓടുന്നത്. ഇതപ്പോൾ ചെക്കൻ്റെ പൂതി ഒന്നും നടക്കൂല. ഒക്കെ പെരെ പോയി പറഞ്ഞാൽ മതി മോനെ, നടക്കാത്ത യോഗങ്ങളാണ്. അപ്പോൾ നമ്മൾ തീർക്കും കഴിച്ചു, പിന്നെ തീർക്കണം എന്നുള്ള ഒരു രീതിയിലാണ് വരുന്നത്. ചിലപ്പോൾ ഇന്നെ തീർക്കൂട്ടാ, ഭയങ്കര കളിയാവും. ചില വട്ടം ഭയങ്കര കളിയാണ്, ചില വട്ടം പൊട്ടണ സമയമാണ്. ഇത് ഉണ്ടെങ്കിൽ നമ്മൾ തൂക്കി, അത്രയേ ഉള്ളൂ, അത്രേ പറയുള്ളൂ. വീണ്ടും കൈക്കൊന്ന് പോവാണ് സെർജിഞ്ഞോ, പാവൽ നെഡ്വേഡ് കൈക്കൊന്ന് പോയി. ഇപ്പോൾ ഒരു ഹാളൻഡിന് ഒരു പാസ് പോകും ഇല്ല. എന്നാൽ ഹാളൻഡിന് പൊട്ടത്തരം കളിക്കണ ചങ്ങായി. ഹാളൻഡിന് ആദ്യം ഒന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചങ്ങായിക്ക് ഇപ്പോൾ ഒന്ന് അടിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നു. അഞ്ഞു കൊടുത്തിട്ട് എന്താ കാര്യം, എന്തായാലും നടക്കൂല. കൊളായി ഗൈസ്. അല്ലോ ബോൾ കിട്ടില്ല ഗൈസ്. ലാഗ് തുടങ്ങി. എന്നിട്ട് ഒലിവർക്കാൻ തട്ടി പറഞ്ഞാൽ അഭ്യാട്ടിനെക്കാട്ടിയും കളി ഇതിൽ ഒലിവർക്കാൻ കളിക്കാൻ സാധ്യതയുണ്ട്. ലാഗ് കളി ഏതോ ലാഗ്. എന്നിട്ടും കുഴപ്പമില്ല, അങ്ങനെ കളിച്ചല്ലോ, അതന്നെ വലിയ കാര്യമാണ് ഗൈസ്. എത്തപ്പോൾ അവൻ്റെ പ്ലാൻ എന്താ മനസ്സിലാവുന്നുണ്ട് മോനെ. റൈറ്റ് വിങ് മെസ്സി ആണല്ലോ അല്ലേ. എന്നിട്ട് മെസ്സി റൈറ്റ് വിങ്ങിക്ക് പാസ് കൊടുക്കുക. കാൻറ്റോണ, നെയ്മർ. ഞാൻ നെയ്മറിന് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ നെയ്മർ അവിടെ അറ്റാക്ക് മിഡിൽ ഫീൽഡറാണ്. ലെഫ്റ്റ് വിങ് ഓടിക്കോ. ഒരു ബ്ലിറ്റ്സ് നെയ്മർ ക്രോസ് ബാർ. കുഴപ്പമില്ല, നമുക്ക് കോർണറല്ല അവൻ്റെ ടച്ച് ഉണ്ട്. അതോ മതി. കോർണറാണ്, നമുക്ക് കോർണറാണ്, വീടില്ല. കോർണറല്ലേ നമുക്കുള്ളേ ഉള്ളൂ. ഡീല് ഗൈസ്. മെസ്സി എടുത്താലേ ഒക്കെ ശരിയാവുള്ളൂ മോനെ. ലിയോ ഞാൻ കാണിച്ചുതരാം. ഇവിടെ ഹാൻഡ് ബൂട്ടൺ ഉണ്ടോ ഇല്ല, അത് മാത്രം നോക്കിയാൽ മതി. ഇല്ല, നമുക്ക് പോസ് വെക്കണം. ഒരു മിനിറ്റ്, ഒരു ചെറിയൊരു ആവശ്യത്തിനാട്ടോ, വേറെ ഒന്നിനല്ല. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇൻമാച്ച് റോൾസ് ഇവിടെ അല്ലല്ലേ, ഇവിടെ ഇൻമാച്ച് റോൾസ് ബഡിയല്ലേ. എവിടെ ഗൈസ് ഇൻമാച്ച് റോൾസ്? ഇവിടെ പോയിട്ട് നമ്മൾ നോണിൽ കണ്ട് വാൻ ബൂട്ടിനെ ഇടണം. ഇനി ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടത്. കാക്ക കാണിച്ചു തരാം. ഒരു കോർണറെ ഞാൻ കാണിച്ചു തരാം. ഇഷ്ടമില്ല, വാൻ ബൂട്ടാ കുത്തണം. വാൻ ബൂട്ടിന് മാത്രമേ കഴിയുള്ളൂ. നമ്മൾ സബ്ബൊന്നും ഇറക്കിയില്ല, സബിനൊന്നല്ല നമ്മൾ പോയത്. വാൻ ബൂട്ടിന് ഇപ്പോഴേ വരുന്നുള്ളൂ. ഞാൻ വിചാരിച്ച ആദ്യം വന്നിട്ടുണ്ടാവുന്നാ. കൊളായി കൈക്കൊന്ന് പോയി. ഇക്കളി പൊട്ടാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇക്കളി ആരും ഗോൾ അടിച്ചിട്ടില്ല ചങ്ങായി. എനിക്കാണെങ്കിൽ ലാഗും ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണ്ടേ? നിങ്ങൾ പറയുക, ഞാൻ എന്ത് ചെയ്യണം? ഹാളൻഡ് ബുള്ളറ്റ് കൈക്കന്ന് പോയി കൈക്കന്ന് പോയിട്ടുണ്ട്. അവൻ്റെ ഗോളും വന്നിട്ടുണ്ട്. ക്ലിയർ ചെയ്യല്ല, ഞാൻ ഫേക്ക് എടുക്കാൻ നോക്കിയതാണ്. പൊട്ടത്തരം കളിച്ച അവിടെ നോക്കാം. പിന്നെയും തുടങ്ങി. കസിയാസാണല്ലോ ഗോളി, ഐക്കർ കസിയാസ്. എങ്കോളോ കാൻ്റെ, സെർജിഞ്ഞോ. ഇതെന്ത് കളിയാ ഗൈസ്. ഹുയ്സണ്, സെർജിഞ്ഞോ,
സെർജിഞ്ഞോ ഗൈസ് റൈക്കാർഡ് ഹോളണ്ട് നെഡ്വേഡ് കാൻറ്റോണ ലെവൻഡോസ്കി ഗൈസ് ഇതാ പോണ് കോസ്റ്റ കൂട്ട ജോസ്കോ ഗുവാഡിയോള് കാൻറ്റോണ മെസ്സി ഓഫ് ഒന്ന് അടിച്ചിക്കണ് അതിനായിട്ട് പക വീട്ടാനായിട്ട് കഴിയണില്ല ലാഗ് കളിയാണ് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും ലാഗാണോ ഇല്ലേന്നൊക്കെ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ലാഗാണോ എന്ന് ചങ്ങായി അവിടുന്നൊക്കെ അങ്ങനെ ചെയ്യല് എത്തപ്പത് ഈ ലാഗ് കളിക്ക് ഞാനിത് എന്ത് ചെയ്യാനാ അതൊരു പറഞ്ഞിട്ട് മനസ്സിലാവണില്ല ലാഗ് പറഞ്ഞാൽ തനി ലാഗ് കളിട്ടാ ലാഗല്ലാന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഫുട്ബോൾ കളിക്കാത്തവരാവും ഖത്തർക്ക് ഉറപ്പുണ്ട് ഖത്തർക്കും ലാഗ് കളിയാണ് കേട്ടോ കഴിഞ്ഞ കളി പറഞ്ഞാൽ ഓനിട്ട് ഫസ്റ്റത്തെ ആ ഗോളിന് ലാഗുള്ളൂ ഇതിപ്പോൾ കളി മൊത്തം ലാഗാണല്ലോ എന്തും ചെയ്യേണ്ട ഗൈസ് കളി മൊത്തം ലാഗായ നമ്മളൊക്കെ എന്ത് ചെയ്യുക മെസ്സിനെ കയറ്റുന്നതുണ്ട് മെസ്സി പോരാ ഗൈസ് കളി പോരാ മെസ്സിനെ കയറ്റി നമുക്ക് ബൊഞ്ഞാൻ ക്രിക്കറ്റ് ഇവിടെ ഇത് റെഡിമീൻ കുഞ്ഞല്ല റൊണാൾഡീഞ്ഞനൊക്കെ ഇറങ്ങട്ടെ ഒരു മെയിൻ പ്ലെയർ ചങ്ങായി വരുന്നില്ലല്ല വരൂ നന്നായി പറ ഒരു 2 ഗോൾ തിരിച്ചടിച്ചിട്ട് ഒന്ന് നിന്നെടുക്കാം ഗൈസ് ഇറ്റ്സ് മീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറ്റ്സ് മീ ഹേ ഗെയിമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മുകളിൽ നിൽക്കണമെന്നുണ്ട് പക്ഷെ അതിന് ചങ്ങായി റെഡിയാക്കണ്ടേ ചങ്ങായി റെഡിയാക്കി ഉണ്ട് അതാ ഓൻ്റെയൊക്കെയാണല്ലോ ടച്ച് റൂഡ് വാനസ്ട്രോയി മെസ്സിനെ കയറ്റി അത് ഞാനാണ് കയറ്റിയത് അതിൻ്റെതാട്ടാ ഞാൻ ഓൻ്റെ സബ്ബൊക്കെ കാണിക്കാം സലാഹിനെ കയറ്റിയിട്ടുണ്ട് മെസ്സിനെ ഇറക്കി ഗൈസ് മെസ്സിനെ ഇറക്കിയതും മെസ്സിക്ക് ബോൾട്ടി സെർജിഞ്ഞോനെ കയറ്റി ബെക്കാമിനെ ഇറക്കി കഴിഞ്ഞ കഥ ഹാളൻ്റെ കയറ്റി വാനസ്ട്രോയി കാൻറ്റോണ പിന്നെ ഹാളൻ്റെ കയറ്റി വാനസ്ട്രോയിനെ പിന്നെ എന്തെങ്കിലും കാണിക്കണേ ഇടയിൽ കൂടെ രണ്ടാളെ ഇടയിൽ കൂടെ അത് ലാഗല്ല എന്ന് പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളി അവർക്കുള്ള റിപ്ലൈ ഞാൻ ആ കമൻറ്റിൻ്റെ ഇടയിൽ തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കും കേട്ടോ അത്രേ പറയുള്ളൂ എത്ത് ലാഗ് കളിയാടാ ഇനി ഇങ്ങനെ ജയിച്ചിട്ടുണ്ടാവും അവൻ്റെ തൊള്ള ഇതൊക്കെയാണ് സഹിക്കാൻ പറ്റാത്തത് തൊള്ളയാണ് കേൾക്കാൻ പറ്റാത്തത് നെയ്മറേ ഇനിയിപ്പോൾ എൻ്റെ ആകെയുള്ള പ്രതീക്ഷ എല്ലാവർക്കും ബാറ്റ് സ്റ്റുഡൻറ്റിനെ വാങ്ങിയതുകൊണ്ട് ഈ ബാറ്റ് സ്റ്റുഡൻറ്റിൻ്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നു അതിന് ബാറ്റ് സ്റ്റുഡൻറ്റിനെ വാങ്ങിയിട്ടില്ല വാങ്ങാനുള്ള കോയനും ആയില്ല ആവണമെങ്കിൽ എന്തായാലും കുറച്ച് ടൈം എടുക്കും ഇതും കുഴപ്പമാണ് നെയ്മറെ ഒന്ന് നേർക്ക് ആത്മവിശ്വാസം പൂക്കണേ ചങ്ങായി ഉള്ള ആത്മവിശ്വാസം മൊത്തം പൂക്കണ രീതിയിലാണ് ഗൈസ് നെയ്മർ ഇപ്പോൾ ഉള്ളത് അവസാനമായിട്ട് നെയ്മർ ഒരാൾ എടുക്കാൻ വന്നിട്ടുണ്ട് അവിടെ ഈ ഫെറർ ഇത് എനിക്ക് എന്താ ചെയ്യേണ്ടത് നെയ്മർ ബാക്ക് കൊടുക്കുന്ന ബോള് ഫെറർ ബാക്ക് പോകുന്നുള്ള രീതിക്കണേ അത് ഇതിൻ്റെ പ്രശ്നമല്ലല്ലോ അപ്പോൾ അവിടെ ഓൻ്റെ വിങ് കൊടുത്താൽ മതിയോ മറ്റേ ലെഫ്റ്റ് വിങ് ഓൻ്റെ അത് ഫ്രീ ആണ് ഞാനൊക്കെ അവിടെ തന്നെ കൊടുക്കുള്ളൂ നമ്മൾ ഫ്രീ ആയിട്ടല്ലോ ഒക്കെ നോക്കിയിട്ടല്ലേ കൊടുക്കുള്ളൂ എത്ത് കളിയാണ് കഴിച്ച് ഞാൻ നിർത്തിയാലാ എത്ത് കളിയാണ് ഇത് കള്ളക്കളിയാട്ടോ ഞാൻ ഇത് കഴിയൂല ഇത് കള്ളക്കളിയാണ് എന്ത് ചെയ്യേണ്ടി ഞാനേ ഇങ്ങനത്തെ ടൈമിൽ ഞാൻ എന്താ ചെയ്യുക എനിക്ക് ദേഷ്യം പിടിക്കും അതല്ല ഈ കളി ലാഗല്ല പറയുന്നവരുണ്ടെങ്കിൽ ഈ ഫുട്ബോൾ കളിക്കാനും അറിയാത്തവരാ അവർക്ക് എപ്പോഴും നെറ്റ് അവർക്ക് നല്ല ലാഗ് ഉണ്ടാവും എന്നിട്ട് നമ്മളെ മേത്തൊക്കെ കൂടി നല്ല അങ്ങനെ ഇടുകയാണ് മനസ്സിലാവും മോനെ നമുക്കൊക്കെ മനസ്സിലാവും ഇതൊക്കെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കാതെ ചെയ്തോണ്ടിട്ട് എന്തായാലും എത്ര ചെയ്യേണ്ടത് ഇപ്പോൾ ലീവ് അടിച്ച് പോണം പോയാലോ വെറുതെ നിൽക്കണ ഇവിടെ ഞാൻ എത്ര ഇവിടെ നിൽക്കണേ ഗായ്സ് ഇത് എന്ത് കളിയാണ് യു ലോസ്റ്റ് ഇപ്പോൾ കാണിക്കുമല്ലോ അതാണ് കാണിച്ചാൻ പോണ് ഉറപ്പാണ് യു ലോസ്റ്റ് കാണിക്കുമായിരിക്കും ഉറപ്പാണ് ഇത് കളിയാണ് ഇത് കയ്യൂലോട്ടോ കള്ളക്കളിയാണ് ഇപ്പോൾ കാണിക്കും എൻ്റെ നെറ്റ് പോയി മറ്റേതാണ് കഷ്ടിച്ച് വരണോ ലാഗ് കളി ഞാൻ ഇല്ല കേട്ടോ ഇങ്ങനത്തെ ലാഗ് കളിയൊന്നും എനിക്ക് പറ്റാത്തുള്ളൂ ഞാൻ എന്താ ചെയ്യേണ്ടത്
ഗൈസ് ഇനി ഞാൻ എന്ത് ചെയ്യും? ഇനി ഞാൻ എന്ത് ചെയ്യും? മല്ലയാ ഈ അടിച്ച് പോയാലത് എന്ത് കളിയാണ്? കഴിയൂല ഗൈസ്. കുറെ നേരം ഞാൻ നിർത്തി. ഞാൻ പിന്നെ മറ്റേ പാക്ക് കാണിച്ചു തരാം ഗൈസ്. ചൊറയെന്ന് പറയുന്നത് മനുഷ്യനെ ഹീറോ പിടിച്ചാണ് അത് ഓർക്കുമ്പോൾ. അവനായിട്ടൊരു മാച്ച് കൂടി ഞാൻ കളിക്കും ഗൈസ്, ഉറപ്പാണ്. ചിലപ്പോൾ ഇന്ന് തന്നെ ആവും, ചിലപ്പോൾ ഇപ്പം തന്നെ ആവും, ഒന്നും പറയാൻ പറ്റില്ല. കളിക്കും എന്ന് പറഞ്ഞാൽ കളിക്കും, വ്യത്യാസമല്ല, അത് ഉറപ്പാണ്. ഞാൻ കളിച്ചിരിക്കും, എന്നിട്ട് തീർത്തിരിക്കും. കത്തറേ പറയാനുള്ളൂ. അങ്ങനെ തീർക്കും, ഒരു വട്ടം ഞാൻ തീർത്തിരിക്കും. എനിക്ക് ഉറപ്പുണ്ട് ഗൈസ്, വാശിക്കാണ്, ഉറപ്പായിട്ടും തീർക്കും. അപ്പോൾ എന്തായാലും നെറ്റില്ല എന്നാണ് കാണിക്കുന്നത്, വെറുതെ അല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ, നമ്മൾ പോവാണ്. ടാറ്റാ. അപ്പോൾ ഇന്ന് രാത്രി ഒരു വീഡിയോ വരും കേട്ടോ.